പ്രമാദമായ സംഭവ വികാസങ്ങൾക്കൊടുവിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി മൂവാറ്റുപുഴയും. വികസനവും വികസന മുരടിപ്പും രാഷ്ട്രീയ പോർവിളികളും നേരിട്ടറിഞ്ഞ മൂവാറ്റുപുഴ അടുത്ത 5 വർഷം ആർക്ക് അവസരം നൽകുമെന്നത് ചോദ്യചിഹ്നമാവുകയാണ്. 2001 മുതൽ ഇരു മുന്നണികൾക്കും മാറി മാറി അവസരം നൽകിയ മൂവാറ്റുപുഴ ഇക്കുറിയും ഇതേ പാത തുടരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. 2001 കേരള കോൺഗ്രസിന്റെ ജോണി നെല്ലൂരിനും 2006 CPIയുടെ ബാബു പോളിനും 2011 കോൺഗ്രസിന്റെ ജോസഫ് വാഴക്കിനും 2016 CPIയുടെ എൽദോ എബ്രഹാമിനും 2021 കോൺഗ്രസിന്റെ മാത്യു കുഴൽനാടനും അവസരം നൽകിയ മൂവാറ്റുപുഴ ഇക്കുറി ആർക്കൊപ്പം എന്നതാണ് ചർച്ചയാകുന്നത്. 2001 മുതൽ കണ്ടുവരുന്ന രീതിയാണെങ്കിൽ ഇക്കുറി LDFനായിരിക്കും മൂവാറ്റുപുഴ അവസരം നൽകുക. എങ്കിലും രണ്ടാമതും മാത്യു കുഴൽനാടന് തന്നെ അവസരം നൽകാനും സാധ്യതയുണ്ട്. മൂവാറ്റുപുഴയുടെ ചരിത്രത്തിൽ ഇതുവരെ 2 പേർ മാത്രമാണ് തുടർച്ചയായി 2 തവണ MLA സ്ഥാനത്തിരുന്നത്. 1957 1960 തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസിന്റെ KM ജോർജും 1991 96 2001 തിരഞ്ഞെടുക്കപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള ജോണി നെല്ലൂരിനുമാണ് മൂവാറ്റുപുഴ അങ്ങനെയൊരു അവസരം നൽകിയത്. ഒന്നിൽ കൂടുതൽ തവണ മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുന്ന മൂന്നാമനായി മാത്യു കുഴൽനാടനെ ജനങ്ങൾ സ്വീകരിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം. പൊളിറ്റിക്കൽ ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.